കേക്ക് ഉണ്ടാക്കി പഠിപ്പിച്ചേ അടങ്ങുന്നുള്ള ലെവലില് ഇപ്രാവശ്യം ഞാൻ തനിച്ചല്ല ചെയ്യണേട്ടാ. ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പകുതി കേക്കാ എൻ്റെ ഉള്ളൂ, അതുകൊണ്ട് പകുതി സരിത ഇളക്കി. ഇത് എൻ്റെ കേക്കിലേക്കുള്ളത് ഞാൻ അരിച്ചിട്ടുണ്ട്, അടുത്തത് സരിതയുടെ കേക്കിലേക്കും. നല്ല താൻ പോലെ ഇരിക്കും, കുറച്ച് ടൈറ്റിലിരിക്കും വേണം. കുറെ നേരം സിമ്പിൾ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് വിചാരിച്ചില്ല. ഇത് എന്റെ കേക്കാട്ടാ വന്നിട്ടുണ്ട്. ഇതും എന്തും ആവി പറക്കുന്ന കേക്ക്. നമ്മള് ഒല്ലൂര് പള്ളി കഴിഞ്ഞിട്ട് ചങ്ങല ഗേറ്റ് ഉണ്ട്. ചങ്ങല ഗേറ്റിന്റെ അവിടെയാണ് സരിതര കൂട്ടുകാരി മെറീനയുടെ വീട്. നമുക്ക് കേക്ക് ഉണ്ടാക്കി എന്നുള്ളത് അറിയാലോ. 2-3 വട്ടമൊക്കെ കേക്ക് ഉണ്ടാക്കി പഠിപ്പിച്ചേ അടങ്ങുന്നുള്ള ലെവലില് ഒരു ലോങ് വീഡിയോകൾ 1 മണിക്കൂറിന്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെറീനയുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലേ. അപ്പൊ മെറീൻ സാധാരണ ക്രിസ്മസിന്റെ ടൈമില് സാധാരണ സാമഗ്രികളും വട്ടയും എല്ലാ വക ഇതും കൊണ്ട് അങ്ങോട്ട് വരാ ചെയ്യാറ്. അപ്പോൾ കഷ്ടല്ലേ ഇങ്ങനെ അവൾ അങ്ങോട്ട് എപ്പോഴും വരുത്തണത്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇപ്രാവശ്യം നീ അങ്ങോട്ട് വരണ്ട. അപ്പോൾ ഇത്തിരി വൈകി പോയി. ക്രിസ്മസ് ആയിട്ട് അവൾ ഭയങ്കര തിരക്കിലായിരുന്നു. അവൾക്ക് അത്രയ്ക്കധികം പ്ലം കേക്കിൻ്റെയും ബാക്കിയുള്ള കേക്കുകളുടെയും ഓർഡർ ആയിട്ടേ. അപ്പോൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ഇടയിലായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. 4 മണിക്ക് 5 മണിക്ക് ഇടയിൽ കടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് എടുക്കാം. അപ്പൊ അത് പറഞ്ഞ പോലെ ക്രിസ്മസിന് ന്യൂ ഇയറിന്റെ ഇടയിൽ വന്നിട്ട് കേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ സെറ്റപ്പ് ആക്കി ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിലെ റോഡാണ്. അപ്പൊ വണ്ടികളിലെ ചിലപ്പോ ചെറിയ ചെറിയ ശല്യങ്ങൾ ഉണ്ടാവും. പരമാവധി ഇവര് നല്ല വോളിയത്തിൽ പറഞ്ഞ് സംസാരിച്ച് എടുക്കും. തൊട്ടതി കൂടെ റെയിൽവേ ഇതാ പോണേ. അപ്പൊ ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാവും, ഇടയ്ക്ക് വണ്ടികളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്, ഞങ്ങൾ തുടങ്ങാൻ പോവാ. എപ്പോഴും നമ്മള് ഈ സമയത്ത് തുടങ്ങി ഒരു രാത്രി 12 മണി 1 മണിക്കാണ് കഴിയാറ് അല്ലേ മെറീനെ? ഇപ്രാവശ്യം കുറച്ച് നേരത്തെ കഴിയുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം നമ്മള് മറ്റേ കേക്കല്ല, എന്താ പറയാ, ക്രീം കേക്ക്, ക്യാരറ്റ് ഡേറ്റ്സിന്റെ പുഡിംഗ് കേക്കാണ് ചെയ്യാൻ പോണേ. ഇപ്രാവശ്യം ഞാൻ തനിച്ചല്ല ചെയ്യണേട്ടാ. തവണ സരിതേനെ കൊണ്ടുകൂടി കേക്ക് ഉണ്ടാക്കിപ്പിക്കാം എന്നുള്ള വാക്കുമ്മയാണ് ഇന്നത്തെ കേക്ക് പിടിക്കുന്നത്. അവൾക്ക് ഞാനും കൂടി ഒപ്പം നിന്ന് ഉണ്ടാക്കിയാൻ പറ്റും. ഞാൻ വെറുതെ എങ്ങനെ നിക്കണ അവൾക്ക് സഹിക്കണില്ല. അതല്ലേ എന്താ ഞാൻ അധികം പറയാന്ന് വെച്ചാലേ, ഇത് നിസ്സാരമായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പൊ അത് അങ്ങനെ പറ്റും എന്നറിയണമെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണല്ലോ. ഞാൻ ഇപ്പുറത്ത് ബീറ്റർ കൊണ്ട് ചെയ്യും, അവള് ബീറ്റർ ഇല്ലാതെ ചെയ്യും. അങ്ങനെ ആരുടെ കേക്കാണ് ശരിയായി വരാൻ നോക്കുക. 2 ശരിയാവും. 2ന് ടെക്സ്ചർ എങ്ങനെയാ വരാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം സരിതനെ കൂടി ഉൾപ്പെടുത്തി. അതെ, എനിക്ക് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയല്ല നീ പറഞ്ഞ അർത്ഥം. അങ്ങനെയല്ല, കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴല്ലേ. അങ്ങനെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ചെയ്യാൻ. ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ക്യാരറ്റ് വേണം, ഡേറ്റ്സ് വേണം, മൈദ വേണം, പഞ്ചസാര വേണം. എക്സ്ട്രാ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, കുറച്ചും കൂടി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നീ സാധാരണ ഉണ്ടാക്കി ഓർഡർ വരുമ്പോ കൊടുക്കണേല് കാഷ്യൂ നട്ട്സ് ഇടാറുണ്ട്? ഒക്കെ ഇടാറുണ്ട്. ഞാൻ എങ്ങനെയാണോ ചെയ്യണേ, ഓർഡറിൽ ചെയ്യണേ, അത് തന്നെയാണ് എപ്പോഴും ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കാരമൽ ചെയ്യണം. അതാദ്യം ചെയ്യാം. അപ്പൊ ആദ്യ പരിപാടി പഞ്ചസാര കാരമലൈസ് ചെയ്യലാണ്. അപ്പൊ അത് ഒരു ഇത്തിരി അടികട്ടിയായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേർക്കും ഉണ്ടാക്കാനുള്ള, അതായത് 1/2 കിലോന്റെ 2 കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ 1 കിലോനുള്ള പഞ്ചസാരയാണ് ഞാൻ കാരമൽ ചെയ്യാൻ പോണത്. 2 വട്ടമായിട്ട് കാരമൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടാ. അപ്പോൾ 1 കിലോനുള്ള അളവാണ് പറയുന്നത്. 1/2 കപ്പ് ഷുഗർ, 125 ml കപ്പിൽ 1/2 കപ്പ് ഷുഗർ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടു. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടാ. തീ ചെറുതാക്കിയാണ് വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം 1.5 സ്പൂൺ വെള്ളം, 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അല്ല. ഒന്നും പിന്നെ അതിൻ്റെ തന്നെ അരി. ഇത് നിനക്കും കൂടി സരിതയ്ക്കും കൂടി ഉള്ളത് ഞാൻ ചെയ്യേണ്ടതില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരണം. കുറച്ച് നേരം നമുക്കൊന്ന് തീ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അത് മെൽറ്റായി വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലെയിം വെച്ചാൽ മതി. നന്നായി ചൂടായി കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ കേക്കിന് ആ ഒരു കൈപ്രസം വരും. കരിയരുത്. അപ്പോൾ കുറച്ച് നേരം കൂട്ടി വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ആയി വരാനായിട്ടേ കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് നന്നായി ഒന്ന് മെൽറ്റായി വരണം. ഇതിൻ്റെ കളറ് മാറി വരും. പകുതി കേക്കാ എൻ്റെ ഉള്ളൂ, അതുകൊണ്ട് പകുതി സരിത ഇളക്കിക്കും. ഞാൻ നീ പഠിക്കാൻ വേണ്ടിട്ടാ. അതെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് സരിത നാളെ കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ക്രീം കേക്ക് അല്ലേ ജഗ്ഗുനൊക്കെ ഇഷ്ടമില്ലാത്തത്? ഇത് കഴിക്കില്ലേ? ഇതും ഇഷ്ടല്ല. ചേട്ടനും അല്ല, ഇപ്പൊ പേടിയാ അധികം പഞ്ചസാര സാധനം.
കഴിക്കണില്ല. അത് ശരി വേണ്ട, ഞാൻ ഇളക്കിയോളാം. ഗസ്റ്റിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ലല്ലോ. ഇതെന്താ അവിടെ പിടിച്ചു നിൽക്കണ? ഇവിടെയാണ് കൊതു വരുന്നേ. അത് സാരില്ല, അവിടെ വെച്ചോ. അതിന്റെ അടിയിൽ വെക്കണ്ടടാ, കുറച്ചടി നീക്കി വെച്ചോ. സന്ധ്യ ചെയ്തുകൊണ്ട് കൊതുകുണ്ടേ, അപ്പൊ നേരം മോൻ കൊതുക് തിരി കത്തിച്ച് വെക്കുകയാണ്. സാരില്ല, സ്മോക്ക് ഇട്ടിട്ട് കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു ഇഫക്റ്റ് കിടന്നോട്ടെ അല്ലേ? ആ അത് വരണ്ട. വരുന്നുണ്ട്. കളർ കുറച്ച് ശേഷം മാറി വരുന്നുണ്ട് കേട്ടാ. പക്ഷെ അതെല്ലാതും മെൽറ്റ് ആവണം. തീ കൂട്ടിയിട്ടാ ചെയ്യാ? തീ കുറച്ചിട്ടാ? ഇല്ല, കളർ നന്നായി മാറി വരുന്നു കാണുമ്പോ ഫുള്ളായിട്ട് കുറച്ചിട്ടോളൂ കേട്ടാ. ഇത് നമ്മൾ കാരമൽ ചെയ്യാനാണ് കുറച്ച് സമയം വേണ്ടത്. ഇത് നമുക്ക് സമയമുള്ളപ്പോഴേ ഒരു ഇത്തിരി അധികം കാരമൽ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പുഡിംഗ് കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് സമയം മതി. വേവാൻ കുറച്ച് സമയം വേണം, അല്ലാതെ അത് നമുക്ക് വെക്കാനായിട്ടേ തോന്നുവാണെങ്കിൽ ഈ കാരമൽ ചെയ്യാൻ നിൽക്കാതിരിക്കാൻ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുക. അതിൽ നിന്ന് ആവശ്യത്തിന് അളന്നെടുക്കുക, കേക്ക് ഉണ്ടാക്കുക. ഞാൻ അത് ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. നിനക്ക് പിന്നെ എപ്പോഴും ഓർഡർ വരണോണ്ട് ഉപകാരപ്പെടും. ഈ വർഷം ഞാൻ സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടാ പുഡിംഗ് കേക്ക്. അത് തുടക്കത്തിൽ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ 2 ചെയ്തപ്പോ എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഒരു 5-10 സെയിൽ ചെയ്തു. ഒക്കെ 1/2 കിലോന്റെയാണ് ചെയ്തത്. അധികം എല്ലാവരും 1/2 കിലോനാണ് ചോദിക്കുന്നത്. അപ്പൊ 1/2 കിലോനാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അലിഞ്ഞു തോന്നുന്നു. ഒന്നും കൂടി അലിയാനുണ്ട്. അതിങ്ങനെ പതഞ്ഞ് ഇങ്ങനെ ഇച്ചിരി കൂടി ബ്രൗൺ കളർ ആയിട്ട് വരും. കുറച്ചുകൂടി ഉണ്ടല്ലോ ഉരുകാനായിട്ട് പഞ്ചസാര. അതൊന്നും കൂടി കളർ മാറും. കേക്കിന് ഒരു കളർ കിട്ടണ്ടേ, ഒരു കറുപ്പ് നിറം കിട്ടണ്ടേ. ഇത് ചേർത്തിട്ടാണ്. ഇത് ആവുമ്പോഴും ഉണ്ട്. അതുമാതിരി ഓവനിൽ വെക്കുമ്പോ നല്ലൊരു കറുത്ത നിറം കിട്ടും. നമ്മൾ ഓവനിലല്ലാത്തത് കൊണ്ട് ഒരു ദിവസം ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഒരു ഇതിലേക്ക് വരിക. സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ ഇത്തിരി ഹൈറ്റുള്ള പാത്രം എടുത്തതേ, നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അത് മേത്തേക്ക് അങ്ങനെ വന്നിട്ട് ഇതാവണതാണ്. തരി തെറിച്ചാകുമ്പോൾ നമുക്ക് പഞ്ചസാരയുടെ ചൂട് ഭയങ്കര ചൂടായിരിക്കും. ഇപ്പൊ തീ ഫുള്ളായിട്ട് കുറവിലായിട്ടിരിക്കും. മാറി മാറി വരും. ഇപ്പൊ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ടോ? ഫുള്ളായിട്ട് മെൽറ്റായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. ഞാനിപ്പോ തീ ഓഫ് ആക്കിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ 1/2 കപ്പ് ഷുഗറാണ് ഇട്ടത്. അതിന്റെ തന്നെ 1/4 കപ്പ് 60 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. നെയ്യുന്നോട്ടെ ശരി, ഒന്ന് പൊട്ടിത്തെറിക്കും. ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഇതിരുന്ന് ഇനി ചൂടാറണം. ഇത് നന്നായി ചൂടാറിയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുക. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ചൂടാറണല്ലോ. ഇപ്പൊ ബേക്കറികളിലാണെങ്കിലും ഏറ്റവും ചെലവ് കൂടുതൽ ഈ പുഡിംഗ് കേക്കാ. പക്ഷെ ചിലവർക്ക് പ്ലം കേക്ക് തന്നെ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അവര് പിന്നെ അതന്നെ മേടിക്കും. അല്ല, ക്രിസ്മസ് ടൈം അല്ല, അല്ലാണ്ട് പുഡിംഗ് കേക്കിന് ചെലവുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പുഡിംഗ് ആണ്. ക്യാരറ്റ് പുഡിംഗ് അല്ലാണ്ട് ഇതന്നെ പൈനാപ്പിൾ പുഡിംഗിൽ ഉണ്ട്. അത് നല്ല രസം. ഓക്കെ, ഇതിപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വെക്കാം. നാളെ ഏത് കേക്ക് ഉണ്ടാക്കി തരണേ? നാളെ പിസ്ത. നാളെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാ. ഞാൻ മെറീനയുടെ അടുത്ത കേക്ക് പറഞ്ഞിട്ടു. ഞാൻ ആ കേക്ക് ഇന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ നോക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ക്രീം കേക്ക് അല്ലേ ചെയ്യാറ്. ക്രീം കേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കണവർക്ക് പോലും ചെയ്യാൻ ചിലപ്പോൾ ബീറ്റർ ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതാവുമ്പോ ആർക്കും ഒന്ന് ചെയ്ത് നോക്കാം. ആരും നിൽക്കുന്നുണ്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് നമ്മളൊന്ന് നോക്കും. ഇനി നമുക്ക് ഇവിടെയോ ആരാത് ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മിക്സിങ് സാധനങ്ങളൊക്കെ തുടങ്ങണതിന് മുന്നേ ഈ പാത്രത്തിൽ ഓയിലൊന്ന് ഇതാക്കി തടവി വെക്കുന്നുണ്ട്. അതായത് ഈ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ മറ്റേ കേക്ക് കുറെ നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യില്ലേ, അത്രയൊന്നും സമയം വേണ്ട. ഇതിന്റെ മിക്സിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടില്ല. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് ആവും. വേവാനാണ് താമസം എടുക്കുക. ഒരു 3/4 മണിക്കൂറൊക്കെ വേണം വേവാനായിട്ട്. ഇത് സരിതാക്കി. ഇതെന്റെ പാത്രം. അതെ, അത് സരിതയുടെ പാത്രം. ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മാത്രം മതി. പക്ഷെ ഞാൻ സൈഡിന് കരികരിപ്പായി പോണ്ട, അതായത് മുരിഞ്ഞു പോണ്ടെന്ന് വെച്ചിട്ട് സൈഡും കൂടി വെക്കുകയാണ്. 2 പാത്രങ്ങളും ബേക്കാനുള്ള പാത്രങ്ങൾ രണ്ടും ബട്ടറല്ല, ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട്
ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയ്ക്ക് ഹൈറ്റിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ വെച്ച് തന്നപ്പോ മറ്റേ കേക്കിന്റെ ഓർമ്മയിൽ അങ്ങനെ വെച്ചതാ. ശരിക്കും ഇത്രയ്ക്കൊന്നും ഉയർന്നു വരില്ല. ഈ ട്രേയുടെ ഒരു 3/4 ഭാഗമായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ 1/2 കിലോനല്ലേ ചെയ്യുന്നുള്ളൂ. ശരിക്കും ഇത് 5 ഇഞ്ചിന്റെ ട്രേ ആണ് കറക്റ്റ് സ്യൂട്ട് വരിക. ഇത്തിരി കേക്ക് ഇത്തിരി സൈസിൽ ഇത് ഇത്തിരി വൈഡായിട്ട് വരുള്ളൂ. അപ്പോ ഇതിലേത് പാത്രം സരിതയ്ക്ക് വേണ്ടത്? ഏതെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരെണ്ണം സരിതയ്ക്ക്, ഒരെണ്ണം എനിക്ക് ചെറുത്. ഓക്കെ. അപ്പോ ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യലാണ് ഞാൻ അടുത്ത പണി. അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യട്ടെ. കുറച്ച് ഞാൻ ആക്കിയിട്ടുണ്ട്, അത് നോക്കട്ടെ കേട്ടാ. ഇത് മതിയാവും ചിലപ്പോ. മതി ധാരാളമായി. അതായത് ഇതുകൊണ്ട് 1 കപ്പ് വേണ്ടത്. ഇതിപ്പോ വേണ്ടതുണ്ട് നമുക്ക് എടുക്കണ നേരത്ത്. 1 കിലോയിലേക്ക് 1 കപ്പ്. 1 കിലോയിലേക്ക് 250 ml കപ്പില് 1 കപ്പ് നിറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നമ്മളിതിപ്പോ സ്പ്ലിറ്റ് ചെയ്ത് 1/2 കപ്പിൽ ഇടുന്നു മാത്രം. നമുക്ക് ഇടുന്ന സമയത്ത് നോക്കി എടുക്കാം കേട്ടാ. ഓക്കെ, ഇത് മാറ്റി വെക്കാം. ആ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് പൊടികളരിക്കാം. ഞങ്ങൾ 2 കേക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് സെപ്പറേറ്റ് 1/2 കിലോന്റെ അളവിനാണ് പൊടി എടുക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മള് 125 ml കപ്പില് 1/2 കപ്പ് മൈദ. 125 ml കപ്പ് എന്ന് പറഞ്ഞാൽ 1/2 കപ്പാണ്. അതിലൊരു പാത്രം അല്ലേ? 1 കപ്പ്. 1 കപ്പ് മൈദ. ഇത്തവണ തെറ്റരുതെന്ന് കരുതി ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി വർത്താനത്തിന്റെ ഇടയിൽ ഇനി ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ തെറ്റിക്കാവോ? ഗ്രാമ്പു ഇടണം എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിച്ചോ കേട്ടോ. ഇത് നല്ലോണം കുത്തി നിറച്ചെടുക്കണ്ട, ഒരു ഇത്തിരി ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം കേട്ടോ. 1/2 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതെ, ഇതാണ് ടേബിൾ സ്പൂൺ വരാട്ടാ. ചിലർ തെറ്റി ഇടും. തെറ്റി ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കേക്കിന്റെ പണി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ടീസ്പൂണാണ്, തെറ്റരുത്. ഇല്ല. അത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിൽ ഉപയോഗിക്കണില്ല. ബേക്കിംഗ് പൗഡർ അതൊന്ന് നിറച്ച് ഒന്ന് വടിച്ച് ലെവലാക്കിയിട്ട് 1 ടീസ്പൂൺ. ഇത് 1/2 കിലോന്റെ അളവാണ്. നമ്മള് കാരമൽ ചെയ്തത് 1 കിലോന് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കാരമൽ ചെയ്തു. തെറ്റരുത്, അതിന് ചെയ്യുമ്പോൾ മനസ്സിലാവും. എടുത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് 1/2 കിലോനല്ലേ ഓർഡർ വരാറ്? അധികവും 1/2 കിലോനെ വരാറ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ 2 പൊടികൾ മാത്രമേ ഉള്ളൂ അരിക്കാനായിട്ട്. ഇതൊന്ന് നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചു വെക്കാം. 3 വട്ടം അരിച്ചില്ലേലും നമുക്ക് നേരിട്ട് മുട്ടയുടെ മിക്സിലേക്ക് അരിച്ചിട്ടാലും മതി. പക്ഷെ ഞാൻ ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് എത്തിക്കോട്ടെ. ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ട് അവിടെ ഇവിടെയും പൊന്തലും താഴെയൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇത് എൻ്റെ കേക്കിലേക്കുള്ളത് ഞാൻ അരിച്ചിട്ടുണ്ട്. അടുത്തത് സരിതയുടെ കേക്കിലേക്കുള്ളത്. സരിത അരിച്ചോളൂ. ഇങ്ങനെ എല്ലാതും ഭാഗം വെക്കുന്നത് ഞാൻ വിചാരിച്ചില്ലേ. എന്നാലും നീ പഠിക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 1 കേക്കിലേക്കുള്ളതായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി സരിത ചെയ്യാൻ പോവാണ്. വീണ്ടും 1/2 കപ്പിലേക്ക് എടുക്കുന്നു മൈദ. അതൊന്ന് സ്പിറ്റ് ചെയ്തിട്ട് ഇത്ര പോരെ? മതി. 1/2 കപ്പ് മൈദ ഇട്ടു. 1/2 ടീസ്പൂൺ അല്ലല്ല 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ വടിച്ചെടുത്തു. 3 പ്രാവശ്യം അരിക്കണം അല്ലേ? രണ്ടെണ്ണത്തിനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും 2 ഒരുപോലത്തെ പാത്രം എടുത്തു നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡേറ്റ്സും നട്ട്സും ഒന്ന് മൈദയിട്ടിട്ട് ഒന്ന് നീക്കി വെക്കണം. അത് എന്തോരം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 1/2 കപ്പിലല്ലേ പൊടി എടുത്തത്, അതേ 1/2 കപ്പിൽ തന്നെ 1 കപ്പ് ഈ 1/2 കപ്പ് നിറച്ച് ഡേറ്റ്സും നട്ട്സും മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി 1/2 കപ്പ് മതി. അതിൽ ഡേറ്റ്സ് കുറച്ച് കൂടുതലായിട്ട് ഇരുന്നോട്ടെ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലല്ല, ഇതിങ്ങനെ കട്ട് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ടാൽ മതി. ഒട്ടിപ്പിടിച്ചിട്ട് വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കണ. ഇതിപ്പോ നമ്മള് കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോഴാണ് അധികം വരിക. അതായത് ഈ ഡേറ്റ്സ് കേക്കിനും അതുമാതിരി പ്ലം കേക്കിനൊക്കെ ആൾക്കാർ മേടിക്കും. ഇതിന് ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് നട്ട്സ്, അത് ബ്രോക്കൺ നട്ട്സ് ഇടാൻ നല്ലത് കേട്ടാ.
അങ്ങനെ ഒരു അരക്കപ്പ്. 2 എന്റെ കൂടി നീ എന്നെ എടുത്തോ. എടുക്ക അല്ലാതെ ഇനി സരിതേനെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സരിത ബീറ്റർ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടേ എങ്ങനെ ബിസ്ക് കൊണ്ട് ചെയ്യാന്ന് കാണിക്കാനാണ്. ഇതിലേക്ക് നമ്മളിനി 1 സ്പൂൺ നല്ലോണം നിറച്ചെണ്ണ എടുക്കാം. മൈദ 2 എണ്ണത്തിലേക്ക് ഇട്ടു കേട്ടാ. എന്നിട്ടൊന്ന് കുറച്ചുകൂടി ഇടണ്ട, ഞാൻ നിറച്ചെടുത്തില്ല അതുകൊണ്ടാണ്. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ട പിടിച്ച് നിൽക്കുക. അപ്പോൾ ഒന്ന് കുത്തിയിളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് വിട്ട് നിൽക്കാനാണ്. ഇത് ഇട്ടിട്ട് ഇനി മാവിലിടുമ്പോ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. അതന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലാവുമ്പോഴേ ഒന്നും കൂടി ഒന്ന് ഇതാകെ ഒട്ടിപ്പിടിച്ച് നിൽക്കണുണ്ട് ഇപ്പൊ തന്നെ. ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനി നമുക്ക് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 2 പാത്രം ഉണ്ട്. നല്ലോണം സിമ്മിലിടാം. ഇത് മെറീന് സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കണ പാത്രമാണ്. അപ്പൊ വെറുതെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ചൂടാക്കണത് കൊണ്ട് ഇതിന് കുറെ പല പാടുകളും അടയാളങ്ങളൊക്കെ ഉണ്ട്. അതെ, പോരാത്തതിന് ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെതായ എല്ലാവിധ ലക്ഷണക്കേടും ഉണ്ട്. 2 എണ്ണം ഉണ്ടാക്കണ 2 പാത്രം കേട്ടാ. ചെറുതാക്കി തീ ചെറുതാക്കി. ഇതിന്റെ ഫ്ലെയിം നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഫ്ലെയിം ഒത്തിരി കൂടി പോയാലും കേക്കിന്റെ അടിഭാഗം പെട്ടെന്ന് കരിയും. ഫുള്ളായി കുറഞ്ഞു പോയാലും കേക്ക് ഇരുന്നിരുന്ന് അങ്ങനെ ഒരു അതന്നെ. അപ്പൊ അതുകൊണ്ട് ഫ്ലെയിം നന്നായി നോക്കണം. ഫുള്ളായി കുറയ്ക്കും വേണ്ട, ഫുള്ളായി കൂട്ടും വേണ്ട, മീഡിയത്തിൽ വേണം. ഇതുപോലെ ഇനി നമുക്ക് മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. അപ്പം നമ്മളിത് പൊടിക്കാനായിട്ട് അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ് 1/2 കപ്പ്. പൊടിച്ചിട്ട് 1/2 കപ്പാണ് വേണ്ടോ, പക്ഷെ അങ്ങനെ ഞാൻ ഇട്ടപ്പോഴേ എനിക്ക് മധുരത്തിന്റെ അളവ് ഒരു ഇത്തിരി കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, ഇത്തിരി കുറവ് എടുത്തിട്ടുണ്ട്, 90% എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പില് കേട്ടാ. അതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ ഗ്രാമ്പു അടക്കിട്ട് പൊടിക്കുക. ഗ്രാമ്പു പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗറിന്റെ കൂടിയിട്ട് പൊടിക്കുന്നത്. ഇത് പൊടിച്ചു കൊണ്ടുവരാം. ഇത് 1/2 കിലോ കേക്കിലേക്കാണ് നമ്മൾ 1/2 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടാ. 1 കിലോ നമ്മളിപ്പോ 2 എണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് 1/2 അളവാണ് കാണിക്കണേ. മനസ്സിലായില്ലേ? അല്ലടി, അപ്പൊ ഒരെണ്ണം കൂടി ഇതുപോലത്തെ ചെയ്യണം. ഞാനിപ്പോ ഒരു കേക്കിനുള്ളത് കാണിച്ചിട്ടുള്ളൂ കേട്ടാ. അപ്പൊ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പിലേക്ക് 1 കിലോ കേക്കിലേക്കുള്ളത് ഒരുമിച്ച് ഞാൻ പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അരശയായിട്ട് എടുക്കണം കേട്ടാ. 1/2 കിലോ കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കണേ സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ട് 1/2 കിലോ പകുതിയായിട്ട് എടുക്കും. പകുതി. ഗ്രാമ്പൊക്കെ ഇതിലിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചിലപ്പോ തരികൾ കാണുമ്പോഴേ അതെന്താന്ന് വിചാരിക്കരുത്, അത് ഗ്രാമ്പൂവിന്റെ തരികളായിരിക്കും. നല്ലൊരു മണമുണ്ട് അല്ലേ. ഇത് അങ്ങനെ അങ്ങോട്ട് വടിച്ചെടുക്കുന്നില്ല, കുറച്ച് കയറി നിന്നോട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കിട്ടാനാണ് കേട്ടാ. അപ്പോൾ ഇത് സരിത മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണായി. അടുത്തത് 2ലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ബീറ്റർ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. സരിത കൈ കൊണ്ട് ചെയ്യാം. ഞാനത് കൈ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റർ എല്ലാ വീട്ടിലും ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർക്കും സിമ്പിളായി ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ സിമ്പിൾ ആണോ എന്നുള്ളത് ഞാൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഇത് ഇളക്കാൻ നല്ലത് ഈ പാത്രം തോന്നുന്നു അല്ലേ. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട വേണം. 1/2 കിലോയിലേക്ക് ഒരെണ്ണം, 1/2 കിലോയിലേക്ക് ഒരെണ്ണം, 2 മുട്ട ഇട്ടൂടെ. 2 മുട്ട. അടുത്തത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇതിൽ കുറച്ച് കൂടുതൽ ഒഴിക്കും കേട്ടാ. 1/4 കപ്പ് ഓയില്. 1/4 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോന്റെ കേക്കിന്റെ കണക്കാട്ടോ പറയണേ. 60 ml സൺഫ്ലവർ ഓയിൽ. അത് കൂടാണ്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കും. 60 ml സൺഫ്ലവർ ഓയിൽ നമ്മൾ 1/4 കപ്പിൽ 1 കപ്പ് ഒഴിച്ചു. എന്നിട്ട് ഇതേ 1/4 കപ്പിൽ തന്നെ പകുതി എടുത്താൽ മതി, വേറെ സ്പൂൺ എടുക്കൊന്നും വേണ്ട. ഇതേ 1/4 കപ്പിൽ തന്നെ അതിന്റെ ഒരു പകുതി. അതൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടായാലും വലിയ കുഴപ്പമില്ല. അത് ഞാൻ ഇതിൽ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടാ. 1/4 കപ്പ് കൊണ്ട് 1 കപ്പ് നിറച്ചും അതിന്റെ തന്നെ പകുതി കപ്പും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. ബട്ടറും ചേർക്കില്ല അല്ലേ? ഇല്ല. അടുത്തത് ഉപ്പ് കുറച്ച് ഒരു
നുള്ളുപ്പ്. ഒരു നുള്ളുപ്പ്, 2 ഓരോ നുള്ളുപ്പ്. ഈ സാധനമാണ് എനിക്ക് തന്നേക്കണം, ഭയങ്കര സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ട് ഇനി ഇളക്കി ഞാൻ യോജിപ്പിക്കണം. അതായത് ഇതിലിപ്പോ മുട്ടയും ഓയിലൊക്കെ വിട്ടാ നിക്കണത്. ഇത് നമ്മൾ ഇതുകൊണ്ട് മിക്സ് ചെയ്ത് നല്ല സ്പീഡിൽ തന്നെ മിക്സ് ചെയ്തോട്ടാ. മിക്സ് ചെയ്തിട്ട് ഇത് യോജിക്കണം, അത്രേ വേണ്ടൂ. അപ്പോൾ മറ്റേത് ഞാൻ ബീറ്റർ കൊണ്ട് ചെയ്യാം. ഓക്കെ, ചെയ്തോ. ഞാനിത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട, ഒരു 30 സെക്കൻഡ് നേരം ബീറ്റ് ചെയ്താൽ മതി. ചെയ്തോ, കുഴപ്പമില്ല. ഇത് കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്യാൻ, അതായത് ശരിക്കും പറയാൻ വെച്ചാൽ വിസ്ക് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടോ. അതിന് മടിയുള്ളവർ, ബീറ്റർ കയ്യിലുള്ളവർ പെട്ടെന്നാവാൻ ഇതൊന്ന് തിരിച്ചാൽ മതി. ഒരു 30 സെക്കൻഡ് കേട്ടാ, അതിലും വിട്ട് കൂടുതൽ നേരമൊന്നും വേണ്ട. ഇതാ ഇത്ര നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതന്നെ സരിത അവിടെ സരിത കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുപ്പത് സെക്കൻഡ് കൊണ്ട് മെറീനേരെ പണി കഴിഞ്ഞു. അവള് പോയി. ഇനി ഇതും കൂടി എന്നോട് പറയാ നല്ല സ്പീഡിലാക്കാൻ. ഇതുപോലെ ആവണം ഇനി ഇതും. അത്രയ്ക്ക് ആയില്ലേലും കുഴപ്പമില്ല. ഇതില് ചെറിയ തരികൾ പോലെ കറുപ്പ് കളറിൽ കാണാം, അത് നമ്മുടെ ഗ്രാമ്പുമാണ് കേട്ടാ. ഇതിപ്പോ ആയിട്ടുണ്ട്. അതായത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഓയില്, മുട്ട, ഇതൊക്കെ വിട്ടല്ലേ നിന്നേർന്നേ നേരത്തെ. അതൊക്കെ ഇപ്പൊ ഒന്ന് ജോയിന്റ് ആയിട്ട് ഇങ്ങനെ പതപ്പിച്ച് പൊന്തിക്കൊന്നും വേണ്ട. ഇത്രയും ആക്കാൻ മടിയുള്ളവർക്ക് ബീറ്റർ എടുത്തൊന്ന് ജസ്റ്റ് തിരിച്ചാൽ മതി. ബീറ്ററിന്റെ ഇതൊക്കെ കഴുകാൻ നിൽക്കണം, നേരെ ഇതിങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഇനി അത് നമുക്ക് ആ സ്പോഞ്ചിൽ എങ്ങനെയാണ് ടേസ്റ്റ് നോക്കി നോക്കാം. കൈകൊണ്ട് ഇങ്ങനെ കൈ അതും ടച്ച് ആവണ്ട കേട്ടോ, നല്ല ചൂടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി മിക്സ് ചെയ്തിട്ട് ഇളക്കാം കേട്ടാ. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പൊടി മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ 1/2 കിലോന് മാറ്റി വെച്ച പൊടിയില്ലേ, ഫുള്ളായിട്ട് ഒരുമിച്ച് തന്നെ ഇടും. ഇതൊരു 2-3 പ്രാവശ്യമായിട്ടൊന്നും ഇടുന്നില്ല, ഒരുമിച്ച് കൊണ്ട് ഇട്ടോ. മിക്സ് ചെയ്താൽ ഞാനിതിലും ഇടാം. മിക്സ് ആയി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മിക്സ് ആയി കഴിയുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ 2 മിക്സായി ഒരുപോലെ ആയിട്ടുണ്ട്. ഒരു തിക്നെസ്സില്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കാരമലില്ലേ, അത് 1/2 കിലോനിലേക്ക് 1/4 കപ്പ് കാരമൽ സിറപ്പാണ് വേണ്ടത്. ഇതിപ്പോ ഓയിൽ എടുത്താണ്, അത് കുഴപ്പമില്ല, അതിലൊക്കെ കൂടെ തന്നെ എടുക്കാം. 1/4 കപ്പ് കാരമൽ സിറപ്പ് കേട്ടാ. ഇപ്പൊ 1/4 കപ്പല്ലേ ഉണ്ടാവുള്ളൂ? അല്ലല്ല, കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നും അല്ലേ. പക്ഷെ അത് നമ്മളത് നിറച്ചെടുക്കാനുള്ളത് ഉണ്ട്. ഇതിപ്പോ നമ്മൾ 1 കേക്കിലേക്ക് നിറച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് 1/4 കപ്പ് നമ്മൾ ഇതിലേക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല താൻ പോലെ ഇരിക്കും. ഇനി വാനില എസൻസ് കേട്ടാ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ ഈ മൂടിയിൽ തന്നെ ഒരു ഇത്തിരി വാനില എസൻസ് എടുക്കുക. ഇനിയിപ്പോൾ അളവ് കിട്ടന്നെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കേട്ടാ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഈ ഡാർക്ക് വാനില എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ വെള്ളം പോലെ ഇരിക്കും, കൂടുതൽ ചേർക്കേണ്ടി വരുന്നു. പിന്നെ അതിൽ ലൂസും കൂടും. മിക്സ് ചെയ്യാം. ടൈറ്റാ, കുറച്ച് ടൈറ്റിലിരിക്കും വേണം. ഇത് ലൂസായി കഴിഞ്ഞാലേ നമ്മുടെ നട്ട്സും ഇതില്ലേ ഈത്തപ്പഴമൊക്കെ അടിയെ പോവില്ലേ. അല്ലെങ്കിലും ഇത് കുറച്ച് അടിയിലേക്കൊക്കെ പോവും, എന്നാലും വല്ലാണ്ട് അടിയെ പോവാതിരിക്കാൻ കുറച്ച് കട്ടി ഉണ്ടാവണം തന്നെ നല്ലത്. ഇത് മിക്സ് ആയില്ലേ, കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ക്യാരറ്റ് ഇടണ്ടേ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് 1/2 കപ്പ് 2 എണ്ണത്തിലേക്ക് ഇടണം. 1/2 കപ്പ് വേണ്ട, നീ നാളെ കാലത്ത് കൂട്ടാൻ വെക്കാനായിട്ടുള്ള കൂടി എന്നെ കൊണ്ട് ചെരുകിപ്പിച്ചൂല്ലേ. 1/2 കപ്പ് ആവശ്യം. 1/2 കപ്പ് ക്യാരറ്റ് ഒരെണ്ണത്തിലേക്ക് ഇട്ടു. എല്ലാ വണ്ടികളും കൂടി ഒരുമിച്ച് ഇത്രയ്ക്ക് ശല്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞേരില്ല. ഞാൻ അങ്കൾ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്. പറമ്പിൽ വെച്ചിട്ടാണെങ്കിൽ പട്ടികൾ ഓടിയിട്ട് വരും. 1/2 കപ്പ് ഇതിലേക്ക് ഇട്ടു. അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് ഇടാം. മൈദ അടക്കം കുഴപ്പമില്ല. അപ്പൊ ഒന്നുകൂടി കട്ടിയാവില്ല. ഇനി ഇത്തിരി പതുക്കാക്കിയാൽ മതി. കട്ടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത് ഒഴിക്കുക, അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുക. ശരി കേട്ടാ, അത് ഭയങ്കര സിമ്പിൾ ആട്ടാ.
കുറെ നേരം സിമ്പിൾ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. അല്ല, ഇതിപ്പോ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കാണിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി ലേറ്റ് ആയത്. അതല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. ഇനി ഇത് ഒന്ന് കുടഞ്ഞെടുത്തോട്ടാ അതിന്റെ ഉള്ളിൽ നിന്ന്. അത് വീണിട്ടില്ല. അത് ഈ ഡേറ്റ്സ് ഒട്ടിപ്പിടിച്ചിട്ട് ഈ ഡേറ്റ്സ് ഇതില് പെട്ടു കുത്തി ഇറക്കി ഈശ്വര ഒഴിക്കണത് ശരിയാവോ ദൈവമേ? അത് നീ ആ പാത്രത്തിൽ കൈമുട്ടരുത്, അതൊക്കെ നല്ല ചൂട്. ഇല്ല അതും കൈമുട്ടിക്കല്ലേ, ഇതിങ്ങനെ സാധാരണ ഒഴിച്ചാൽ മതി. ഇതെന്റെ കേക്കാട്ടാ, എന്റെ കേക്ക്. ഇത് ടാപ്പ് ചെയ്യണ്ട, മറ്റേ സാധനങ്ങളൊക്കെ അടിയ പോകും. അതുകൊണ്ട് ഇതിന് വല്ലാത്ത ഗുസ്തി ഒന്നും ചെയ്യണ്ട. നമുക്ക് തുറന്നു വെക്കാം. കൈ നോക്കിയോളോ. ഒരു 3/4 മണിക്കൂർ ഇഷ്ടം പോലെ വേണ്ടി വരും. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തുറന്ന് നോക്കണ്ട. എങ്ങനെ പോയാലും ഒരു 45 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ഞാൻ എൻ്റെ കേക്ക് വെച്ചിട്ടില്ല. ഇത് വളരെ സിമ്പിൾ അല്ലേ സരിത? വളരെ സിമ്പിളാണ്. ഒരു ബീറ്ററോ പ്രത്യേകിച്ച് പാത്രങ്ങളോ ഒന്നും വേണ്ടതിന്. ഇതിപ്പോ ഈ കേക്കിന്റെ ട്രേ എൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടിന്നെടുത്തേട്ടാ. ഇതല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം. കൈ വേറെ എടുക്കണം. ഓക്കെ, മുടി. ഇനി ഒരു പണിയില്ല, 45 മിനിറ്റ് സമയം വെയിറ്റിംഗ്. അതുവരെ വേണമെങ്കിൽ ചേട്ടൻ ഒരു പാട്ട് പാടാം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വന്നിരിക്കുകയാണ്. അല്ല 45 മിനിറ്റ് അല്ലേ? 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 50 മിനിറ്റിന്റെ അടുത്തായിട്ടുണ്ട്. ഈ മുടി അഡ്മിറ്റ് വെച്ചോ. അപ്പൊ നോക്കി നോക്കാം. അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. മെറീനെ പറഞ്ഞത് പൊങ്ങിയില്ല എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പൊ ഇത്ര പൊങ്ങി വന്നിട്ടുണ്ട്. ഇല്ല, പൊങ്ങാറുണ്ട്, പക്ഷെ ഇത് നന്നായി പൊന്തിയിട്ടുണ്ട്. സരിതയുടെ മനസ്സ് പോലെ പൊന്തി വന്നിട്ടുണ്ട്. പോരെ, സന്തോഷായി. വെന്തിട്ടുണ്ട്. ഒട്ടും പിടിച്ചിട്ടില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കാം. അത് നമ്മുടെ പപ്പടം കുത്തി ഉണ്ടായാലും കുത്തി കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലൊരു പട്ടവടിയുടെ ഈർക്കിളിയുടെ നല്ല കഴുകി വൃത്തിയാക്കിയത് അതുകൊണ്ടായാലും മതി. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഇതുകൊണ്ട് കുത്തിന്ന് മാത്രം. അതിന്റെ കളറിൽ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ട്. നീ ഇതിൽ വേറെ വല്ലതും ചേർത്തടി? ഇല്ല, അത് ആ പാത്രത്തിന്റെ അരി കണ്ട. ഇതും വെന്തിട്ടുണ്ട് കേട്ടാ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇതും വെന്തു. അപ്പൊ നമ്മള് തീ ഓഫ് ആക്കി എടുക്കുന്ന ടാസ്ക് ആണ്. പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാട്ടാ. നല്ല ചൂടുണ്ട്. അതെടുത്തൊന്ന് കൈ ഒന്ന് ഇവിടെ നിന്ന് തട്ടിയാ മതി. പിന്നെ ഇത് ഇത്രയും ചൂട്ടോടെ നമ്മളിതിങ്ങനെ എടുക്കില്ല, ചൂടാറാൻ വെക്കും. പിന്നെ ഞങ്ങൾക്ക് പോണം ഇവിടെ നിന്ന്, അതുകൊണ്ടാണ് മെറീനെ വേഗം ചൂട്ടോടെ എടുക്കുന്നത് കേട്ടാ. ബട്ടർ പേപ്പർ മാറ്റാം. ഇതാരുടെ കേക്കാ? ഇതെന്റെ കേക്കാ അല്ലേ? പട്ടം കൂടുതലാ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബീറ്റർ ഇല്ലാണ്ട് ഉണ്ടാക്കിയ കേക്കാണ് അവിടെ ഇരിക്കുന്നത്. അടുത്തത് സരിതയുടെ കേക്ക് കണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബീറ്ററും വേണ്ട ഈ കേക്ക് ഉണ്ടാക്കാനെന്ന് മനസ്സിലായില്ലേ? ഇത് ശരിക്കും നാളെയാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് വെച്ചു. ഇത് പിന്നെ ഇനി പറയാനുള്ളത്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിന്റെ മുകൾ ഭാഗം നല്ല കറുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? അത് ഓവനിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്ന കളറ് നാളത്തേക്ക് കുറച്ചും കൂടി ഡാർക്കായി വരും. അതുകൊണ്ടാണ് ഇത് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം മുറിക്കുന്നത്. അതിന്റെ ഉൾഭാഗം ഒക്കെ ഒരു ഒത്തിരി മാറ്റം വരും. ഇപ്പൊ തന്നെ മുറിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ, സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണ് ശരിക്കും അങ്ങനെ ഒരു ദിവസം വെച്ചത്. ഭയങ്കര സോഫ്റ്റാ, നല്ല സോഫ്റ്റാ. തൊടുമ്പോ തന്നെ അറിയാം. നമുക്കിവിടെ ഒരു ഒട്ടലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഒട്ടലൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. തൊട്ടു കണ്ട, നല്ല സോഫ്റ്റാ. അതെ. ഏത് വേണേ രണ്ടും കട്ട് ചെയ്തോ? സരിത ഉണ്ടാക്കി തന്നെ കട്ട് ചെയ്തോളാ ചേട്ടൻ. ചൂട്ടോടെ ആയതുകൊണ്ട് ചിലപ്പോ കട്ട് ചെയ്യാതെ നോക്കുമ്പോ അതിങ്ങനെ അമർന്ന് പോണ് കാണുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. ചൂട്ടോടെ തന്നെ കട്ട് ചെയ്യുന്നതിന്റെ അതിന്റെ അടിയിൽ ബട്ടർ പേപ്പർ ഉണ്ട് കേട്ടാ. ആവി പറക്കുന്നു കേക്ക്.
ഇത് ഇങ്ങനെ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. തണുത്തിട്ടാണ് കട്ട് ചെയ്യാൻ ടേസ്റ്റ് അറിയുള്ളൂ. നമ്മളിതിപ്പോ ആ നട്ട്സ് ഒക്കെ നമ്മള് അടിയിലേക്കൊന്നും പോയിട്ടില്ല കണ്ട. അപ്പൊ അതൊന്ന് കാണിച്ചൊക്കെ ഒന്ന് കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തത്. ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യണ്ടല്ലോ. ഇത് കട്ട് ചെയ്യണ്ട, ഒരെണ്ണം കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുണ്ണി BA LLB എന്ന് പറഞ്ഞിട്ട് എലഫന്റ് BA എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. കേക്ക് ഉണ്ടാക്കാൻ അറിയാം. എലിഫന്റ് കേക്ക് തമ്മിൽ എന്തിട്ട ബന്ധം? അങ്ങനെ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എലഫന്റ് BA B.Ed എന്ന് എഴുതിട്ട് കൊടുക്കുക. അജുവേട്ട ഒരു കഷ്ണം കഴിച്ചു നോക്കി. ഭയങ്കര ചൂടാ. നല്ല ചൂടുണ്ട്. ഇത്ര ചൂട്ടോട് കൂടി പുഡിംഗ് കേക്ക് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടാ? ഉണ്ടാവില്ല. അതുണ്ടാവില്ല. സോഫ്റ്റ് ഇല്ലേ? നല്ല സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആണ്. ചൂടാറാൻ വേണ്ടിട്ട് ഞാൻ കുഞ്ഞി കഷ്ണം നല്ല സോഫ്റ്റ് ആയിരിക്കും. അടിപൊളി. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കി കേക്ക് കഴിച്ചു നോക്കുമ്പോ ഒരു അഭിമാനം തോന്നുന്നില്ലേ? ഇല്ലേ? തോന്നുന്നുണ്ടോന്നാണ് ആലോചിക്കുന്നത്. ഞാൻ കേക്ക് ടേസ്റ്റ് ഉണ്ടോ തോന്നുന്നുണ്ടെന്ന് പറയടി. ഭയങ്കര സോഫ്റ്റാ. ശരിക്കും നാളെ മുറിക്കുമ്പോൾ നല്ലൊരു അതിന്റെ ആ ഒരു ഇതന്നെ മാറും. ആദ്യമായിട്ട് ഇത്ര ചൂട്ടോട് കൂടി കേക്ക് കട്ട് ചെയ്യണത് കിട്ടില്ല. അടിപൊളി. സിമ്പിൾ ആണ്. അപ്പൊ ഒരു ബീറ്ററും ഇല്ല, ഒരു സാധനവും ഇല്ലാണ്ട് നമ്മള് ഉണ്ടാക്കാം. കേക്കിന്റെ ഓവനും വേണ്ട, ബീറ്ററും വേണ്ട. കേക്കിന്റെ ടിന്ന് അത് വേണമെന്നില്ല കേട്ടാ. സ്റ്റീലിന്റെ പാത്രത്തിൽ ചെയ്യാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാ. അടി കരിയാണ്ട് കിട്ടാൻ നല്ലതാ. ബട്ടർ പേപ്പറിന് ആകെ നിസ്സാരം 2 രൂപയുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ മെറീനയോട് ഇത്രയും നല്ല സിമ്പിൾ ആയിട്ടുള്ള കേക്കിന്റെ റെസിപ്പി എനിക്കും കൂടി ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു തന്നതിലുള്ള നന്ദി, അഗൈതവമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വിട വാങ്ങുകയാണ്. പറഞ്ഞ അത്രയ്ക്കധികം എനിക്ക് പെട്ടെന്ന് എന്നിട്ട് ഓർമ്മ വിജൃംഭിച്ച് കിടക്കുന്ന ജഗദീഷ് അതുപോലെ ഒരു വീട്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കത് വീട്ടില്. എല്ലാരും ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും ശരി. എന്റെ അഭിപ്രായം പറഞ്ഞോളോ. ശരി, ബൈ. താങ്ക് യു. ഇത് എവിടേക്കത്? അത് കൊണ്ടുവല്ലേ.